ഒരു ആംബുലൻസ് ഡ്രൈവറിനെ സംബന്ധിച്ച് എന്തൊക്കെ നോക്കണമെന്ന് അറിയോ? 2 സൈഡ് മിറർ, ബാക്ക് മിറർ, കിടക്കുന്ന പേഷ്യൻറ്റ്, ബൈസ്റ്റാൻഡേഴ്സ്, ഫ്രണ്ടിലുള്ള വണ്ടികൾ, അതിൻ്റെ ഇടയ്ക്ക് ഹോണ്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ എല്ലാം ഓട്ടോമാറ്റിക് അല്ലേ, മാനുവൽ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും അത്രയും ശ്രദ്ധിച്ചും എടുത്തുമാണ് നമ്മൾ പോകുന്നത്. ഇത്രയും പോയിട്ടും നമുക്ക് കേൾക്കുന്നത് എന്തൊക്കെയാ കേൾക്കുന്ന പഴികൾ. മെയിനായിട്ട് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് കുറച്ച് മാസം മുമ്പ് ഞാനിവിടെ പാലാരിവട്ടത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു, ചേട്ടനാണോ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ? പക്ഷേ അതെ. നീ മറ്റേ ശവം കൊണ്ടുവന്ന വണ്ടി ഓടിക്കുന്ന ആളല്ലേടാ, നീ ശവം എന്ന് അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ഭയങ്കരമായിട്ട് ഒച്ച വെച്ചിട്ട് പുള്ളി, നീ കാണും ഞങ്ങൾക്ക് ജോലിയില്ല. അപ്പം എല്ലാവരുടെയും വിചാരം ഈ ആംബുലൻസ് ചെറിയ വണ്ടി അല്ലെങ്കിൽ ഈ ബേസിക് വണ്ടി ഓടുന്ന ആൾക്കാർ ശവം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഞാനിപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ശവം കൊണ്ടുപോകുന്നതിൽ എന്താ കുഴപ്പം? ഞാനത് സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവരുടെ അവസാന മൊമെൻറ്റിലും നമുക്ക് അവരുടെ കൂടെ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് നിൽക്കാൻ ഒരു സ്പേസ് കിട്ടിയില്ലേ. ഞാൻ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പം കഫിലിൽ വെക്കണ ഒരു ബോഡി ആയാലും, അല്ലാതെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഞാനും കൂടെ ചേർന്ന് നിന്ന് നമ്മൾ പിടിച്ചെടുത്തു പോകും. അപ്പോൾ അതിലെനിക്ക് ഇതുവരെ ഒരു കുറച്ചിലോ കാര്യങ്ങളോ തോന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അതെന്തോ ഒരു ഐത്യം പോലെയാണ്.